ഇറാൻ IRGCയുടെ നാവികസേന ഡെപ്യൂട്ടി പൊളിറ്റിക്കൽ ഡയറക്ടർ മുഹമ്മദ് അക്ബർസാദെ പറയുന്നു. കിഴക്ക് ഇറാന്റെ തുറമുഖ നഗരമായ ജാസ്ക് മുതൽ പടിഞ്ഞാറ് സിറി ദ്വീപ് വരെയുള്ള ഭാഗമാണ് ഹോർമൂസ് കടലിടുക്ക്. അതെ, കേട്ടത് ശരിയാണ്. 32-48 കിലോമീറ്റർ മാത്രം വീതിയുണ്ടായിരുന്ന കടലിടുക്ക് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന 322-483 കിലോമീറ്ററിലേക്ക് വളർന്നു. പഴയതിനേക്കാൾ 10 ഇരട്ടിയിലേറെ വലിപ്പം. ഈ നീക്കം കേവലം ഭൂപടത്തിലെ വരകളിലെ മാറ്റമല്ല, മറിച്ച് ലോകരാഷ്ട്രീയത്തിലെ പുതിയൊരു ഗെയിം ചേഞ്ചർ കൂടിയാണ്. ഇറാൻ US സംഘർഷത്തിലെ നിർണായകമായ ഒരു കളിക്കളം കൂടിയാണല്ലോ ഹോർമൂസ്. ലോകത്തിന്റെ എണ്ണ, ദ്രവീകരണ, പ്രകൃതിവാതക ചരക്കുനീക്കത്തിന്റെ 1/5 ഈ കടലിടുക്കിലൂടെയായിരുന്നു. ഇന്ത്യ, സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തങ്ങളുടെ ഊർജ ആവശ്യങ്ങൾക്കായി ആശ്രയിച്ചിരുന്നതും ഈ പ്രധാനപ്പെട്ട വഴിയെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഇറാനും USഉം ഇവിടെ ചരക്കുനീക്കം തടസ്സപ്പെടുത്തിയപ്പോൾ കണ്ടതാണ് എണ്ണ വിലയിലുണ്ടായ ആകാശക്കുതിപ്പ്. ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $72 നിന്ന് $120 അന്ന് റോക്കറ്റ് പോലെ കുതിച്ചുയർന്നത്. ഒരു ഭൂപടത്തിലെ ചെറിയൊരു മാറ്റം പോലും ലോകരാഷ്ട്രീയത്തിലും സാമ്പത്തികത്തിലും എത്ര വലിയ അലയൊലികളാണ് സൃഷ്ടിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഇറാൻ ഇപ്പോൾ കളത്തിൽ പുതിയൊരു കരു ഇറക്കിയിരിക്കുകയാണ്. ഈ പുതിയ ഹോർമൂസ് ലോകത്തിനു മുന്നിൽ തുറക്കുന്ന വാതിലുകൾ എന്തെല്ലാമായിരിക്കുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്.